ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞൊരു ആർട്ട് വീഡിയോയാണ്. ഞാൻ ഇന്നൊരു സാധനമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എടുത്ത് കാണിച്ചു തരാം. ഈ സാധനം നമുക്ക് എവിടെ നിന്നാണ് കിട്ടണമെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ദിവസം പോയി മാല വാങ്ങിച്ചായിരുന്നു. മാല വാങ്ങിച്ചപ്പോൾ അതിനകത്ത് ഡപ്പിക്കകത്തുനിന്ന് കിട്ടിയ സാധനമാണ്. ഇപ്പം അതിൻ്റെ അകത്ത് മാത്രമാണ് കിട്ടുന്നതെങ്കിൽ അറിയില്ല. ഓക്കെ, നമുക്കത് മാറ്റി വെക്കാം. പിന്നെ കുറച്ച് കളേഴ്സ് വേണം. അപ്പോൾ പിന്നെ നമ്മൾ ലൈറ്റ് ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ, ബ്ലാക്ക്, റെഡ്, ഇത്ര സാധനം. പിന്നെ ത്രെഡ്, നൂല്, പിന്നെ സിസർ, നല്ല മുറിച്ചുള്ളൊക്കെ ഇത്രയും. പിന്നെ ഗമ്മാണ്. ഈ ഗം എടുക്കാവുള്ളൂ. ഈ സാധനം എടുക്കാൻ പാടില്ല. നമ്മൾ ഈ സാധനമാണ് എടുക്കേണ്ടത്. പിന്നെ സെല്ലോ ടേപ്പ്, പിന്നെ എ4 ഷീറ്റ്. എവിടെയെങ്കിലും വേണമെങ്കിൽ എടുത്താൽ മതി. ഒരു കുഞ്ഞു കഷ്ണം മതി കേട്ടോ. ഓക്കെ, നമുക്ക് എന്തോ ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞില്ല. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നൊരു ഹാങ്ങറാണ്. അപ്പോൾ എന്ത് ഹാങ്ങറാണെന്ന് വെച്ചാൽ വാട്ടർ മെലൺ ഹാങ്ങറാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ആദ്യമേ തന്നെ നമ്മൾ ഈ സാധനം എടുക്കണം. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ മടക്കുമ്പോൾ ഒരു വാട്ടർ മെലൺ ഷേപ്പ് കിട്ടിയില്ലേ? വാട്ടർ മെലൺ ഷേപ്പ് പോലെ ഇല്ലേ? ഓക്കെ, ഇനി നമുക്ക് കളർ ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, കളർ ചെയ്യാം. ഞാൻ ഫസ്റ്റ് തന്നെ കളർ തെറ്റിപ്പോയി ഗൈസ്. ഇതല്ലായിരുന്നു നമ്മൾ ഫസ്റ്റ് തന്നെ ഡാർക്ക് ഈ ഒരു കളറാണ് എടുക്കേണ്ടത്. നമുക്ക് കണ്ടില്ലേ, കളറാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് വേഗം കൊടുക്കാം. കൊടുത്തപ്പോൾ അത് ഇതാണ് ലുക്ക്. നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത കളർ കൊടുക്കാം. അടുത്ത കളർ എടുത്ത് കൊടുക്കുകയാണ്. അടുത്ത നമ്മൾ ലൈറ്റ് ഈ ഒരു കളറാണ് എടുക്കുന്നത്, ലൈറ്റ് ഗ്രീൻ. നമുക്ക് അടിക്കാം. ചെറുതായിട്ട് അത് ലൈറ്റായിട്ട് അടിച്ചാൽ മതി. എന്നുവെച്ചാൽ റെഡ് അടിക്കാൻ സ്പേസ് കിട്ടും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡ് അടി അത്ര സ്പേസ് കിട്ടിയല്ല. അതുകൊണ്ട് കുറച്ച് അടിച്ചെടുത്താൽ മതി. എനിക്ക് റെഡും അടിച്ചു കൊടുത്തു. റെഡല്ല, ഗ്രീനും അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് മെയിൻ കളർ റെഡാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ റെഡ് അടിക്കാനാണ് പോകുന്നത്. റെഡ് കുറച്ചെടുക്കാൻ പാടാണ്. എന്നാലും നമ്മൾ എടുക്കാൻ പോവാണ്. ഇതുണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ. കുറച്ച് സാധനങ്ങളും കുറച്ച് സമയവും മതി. അപ്പോൾ നമുക്ക് അടിക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ക്രയോൺസ് അടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നിൽക്കൂലായിരിക്കും. അതുകൊണ്ട് ഇങ്ങനത്തെ ബ്രഷ് പെൻസോ സ്കെച്ചോ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ വാട്ടർ മെലൺ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തൊരു വ്യത്യാസം കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒന്ന് അടിക്കുവാണ്. വാട്ടർ മെലൺ സെറ്റായിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കത് വേഗം ചെയ്യാം. നമുക്ക് ഐസൊക്കെ നല്ല ക്യൂട്ടായിട്ട് ഇങ്ങനെ ഒരു ഐസൊക്കെ വരയ്ക്കാം കേട്ടോ. ഇവിടെ നല്ല ക്യൂട്ടിന് വേണ്ടി ഐസ് വേണം. ഐസ് വേണ്ട കേട്ടോ, നമുക്ക് കുരുക്കൾ വരയ്ക്കണമല്ലോ. അപ്പോൾ കുറച്ച് ബ്ലാക്ക് വെച്ച് കുത്തിയിട്ട് കൊടുക്കണം ഇതിലേക്ക്. ഓക്കെ, നമ്മൾ കുത്തിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. വാട്ടർ മെലൺ റെഡിയായി. ഇനിയാണ് നമ്മുടെ സംഭവം. ഇനി ക്രയോൺസ് ഒന്നും വേണ്ട, ഭയങ്കര ഈസിയാണ്. പിന്നെ ഗം എടുത്തിട്ട് നമ്മൾ ഒട്ടിച്ചില്ലായിരുന്നു, അപ്പോൾ നമ്മളിവിടെ ഒട്ടിക്കാൻ പോവാണ്. അപ്പോൾ ഗം എടുത്ത് നമുക്ക് ഒട്ടിക്കാം.
ഇതേ നമ്മുടെ ഈ ഒരു വശത്ത് ഒട്ടിച്ച് കൊടുക്കാം. പിന്നെ 2 തുള്ളിക്കം പശ കൊടുത്ത് നമുക്ക് ഒട്ടിക്കാം. ഒരു പിടിയുമില്ല. അപ്പോൾ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വാട്ടർമെലൺ മാറ്റി വെക്കാം. അടുത്തായിട്ട് നമ്മൾ A4 ഷീറ്റ് വേണമെങ്കിൽ എടുത്താൽ മതി. ഇനി അപ്പോൾ എടുക്കണം. A4 ഷീറ്റ് ഒന്ന് എടുത്തിട്ട് നമ്മുടെ A4 ഷീറ്റ് ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഒരു കുഞ്ഞു കഷ്ണം എടുക്കണം കേട്ടോ. ഓക്കെ, ഇനി വാട്ടർമെലൺ എടുത്തോളൂ. എന്നിട്ട് നമ്മൾ ഇവിടെ വെച്ച് കൊടുക്കണം. ഇവിടെ ഇങ്ങനെ ഹാങ് ചെയ്യാനാണ്. പിന്നെ എക്സ്ട്രാ ആയിട്ട് ത്രെഡാണ് എടുക്കേണ്ടത്. കുറച്ചെടുത്താൽ മതി, നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ എടുക്കേണ്ടത് സെല്ലോ ടേപ്പാണ്. ഇപ്പോൾ അതിൻ്റെ അറ്റം കൊടുക്കട്ടെ. അപ്പം ഞാൻ സൈഡിൽ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാനാണ് ചെയ്യാറ്. ഇപ്പോൾ ഇതിൽ ഒട്ടിച്ച് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, സെറ്റ്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ത്രെഡ് എടുത്തിട്ട് മടക്കി ഇങ്ങനെ ത്രെഡ് മടക്കണം. ഇങ്ങനെ ആക്കി എടുത്തിട്ട് ഈ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്യണം. ഇങ്ങനെ ഫസ്റ്റ് വെക്കുക ചാൾ ഒട്ടിക്കരുത്. എന്നിട്ട് അയ്യോ വെച്ചിട്ട് പോയി. വെച്ചിട്ട് നമ്മളിങ്ങനെ ഒന്ന് വെച്ച് മൊത്തം പാളുവാണ്. അപ്പോൾ നമ്മൾ വേഗം ചെയ്യണം. ഓക്കേ, ഓ മൈ ഗോഡ്. ഓക്കെ, ഇനി അതിൻ്റെ മേളിൽ ഇങ്ങനെ ത്രെഡ് ഈ പേപ്പറിൻ്റെ മേളിൽ വെച്ചിട്ട് അതിൻ്റെ മേളിൽ നമ്മൾ സെല്ലോ ടേപ്പ് ഒട്ടിക്കണം. ഇനി കണ്ടിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് കട്ടും ചെയ്യാം. ഇനി പൊങ്ങി നിൽക്കുന്ന സെല്ലോ ടേപ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വിടാം. അപ്പോൾ നമ്മുടെ ഹാങ്ങർ അയ്യോ ഒട്ടിയില്ല ഗൈസ്. നമുക്ക് ഒന്നും കൂടി ഒട്ടിക്കാം. ചെറുതായിട്ടൊരു പാളിയ ഇപ്പോഴാണ് ശരിക്കും ഒട്ടി വന്നത്. അപ്പോൾ നമ്മുടെ വാട്ടർമെലൺ ഹാങ്ങർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എവിടെയെങ്കിലും ഒന്ന് തൂക്കി നോക്കാം. എവിടെയെങ്കിലും ഒട്ടിക്കുകയും ചെയ്യാം, തൂക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ തൂക്കാൻ ആണിയലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ തൂക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഈസി ഹാങ്ങർ. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ.